ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നിത്യവും പിതാവിൻ്റെ ഭവനത്തിലായിരിക്കുക സന്തോഷപ്രദമാണ് ആ ജീവിതം. പിതാവിൻ്റെ ഭവനത്തിൻ്റെ പ്രത്യേകത, ഒന്നിനും കുറവില്ലാത്ത ഭവനമാണ് പിതാവിൻ്റെ ഭവനം. അവിടെ സുഖമുണ്ട്, സന്തോഷമുണ്ട്, എല്ലാ ഐശ്വര്യവും നിറഞ്ഞ ഒരു ഭവനം. അപ്പോൾ പിതാവിൻ്റെ ഭവനത്തിൻ്റെ പ്രത്യേകത അതാണ്. ആ പിതാവിനോട് കൂടെ എപ്പോഴും ആയിരിക്കുക, ആ പിതാവിൻ്റെ ഭവനത്തിൽ എപ്പോഴും ആയിരിക്കുക. വലിയ സന്തോഷം നിറഞ്ഞ ഒരു അനുഭവമാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ധൂർത്തപുത്രൻ്റെ ഉപമ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ സന്തോഷം നിറഞ്ഞ പിതൃഭവനം വിട്ടാണ് ധൂർത്തപുത്രൻ ഇറങ്ങിപ്പോകുന്നത്. പിതൃഭവനത്തിൽ താൻ അനുഭവിച്ച എല്ലാ ജീവിത സാഹചര്യങ്ങളും സുഖവും സന്തോഷവും പിതാവിൻ്റെ സാന്നിധ്യവും ധൂർത്തപുത്രൻ ഇട്ടുപേക്ഷിച്ച് പോവുകയാണ്. പിതാവിൻ്റെ ഭവനത്തിൽ സുഭിക്ഷമായി ജീവിക്കുന്നവൻ ദുഃഖമെന്തെന്ന് അറിയാത്ത പുത്രൻ, അതായിരുന്നു ധൂർത്തപുത്രൻ. പിതാവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ഈ പിതാവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുക എന്നുള്ളതും, ആ പിതാവിൻ്റെ വാക്കുകൾ കേൾക്കുക എന്നുള്ളതും, ആ പിതാവിൻ്റെ വാക്കുകൾ കേട്ട് അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതുമാണ് ഏറ്റവും സന്തോഷപ്രദമായ ഒരു അനുഭവം. അവിടെ ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്, തരാതരം വസ്ത്രങ്ങളുണ്ട്, എല്ലാ കാര്യത്തിലും സഹായിക്കാൻ ജോലിക്കാരുണ്ട്. ഒന്നിനും കുറവില്ലാത്ത ഒരു ഭവനം, എല്ലാം കൊണ്ടും സമൃദ്ധി നിറഞ്ഞ പിതാവിൻ്റെ ഭവനം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിതാവെ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക എന്ന് ഇളയ മകൻ പിതാവിനോട് പറയുന്നത്. പതിവില്ലാത്തതാണ് യഹൂദ കുടുംബത്തിൽ ആ ചോദ്യം. പക്ഷെ നല്ല പിതാവ് സ്വത്ത് അവർക്കായി ഭാഗിച്ചു. അവന് കിട്ടിയ സ്വത്ത് അവൻ എല്ലാം ശേഖരിച്ചു. എല്ലാം അവൻ പണമാക്കി എല്ലാം അവൻ ശേഖരിച്ചു. അവൻ ദൂരദേശത്തേക്ക് പോയി എന്നാണ് വചനം പറയുന്നത്. ഈ സ്വത്തിൻ്റെ സമ്പത്തിൻ്റെ മഹത്വം അറിയാതെ പിതൃഭവനത്തിൽ നിന്ന് ഇറങ്ങിയത് അതെത്രയോ മോശമാണെന്ന് പോലും ചിന്തിക്കാതെ അവൻ മറ്റൊരു സ്ഥലത്ത് പോയി താമസം ആരംഭിച്ചു. ഞാൻ പിതാവിൻ്റെ ഭവനത്തിൽ ആയിരിക്കുമ്പോൾ, ഞാൻ തിരുസഭയിൽ ആയിരിക്കുമ്പോൾ, ഞാൻ വസിക്കുന്ന തിരുസഭ എന്ന ഭവനം, മാമോദീസായിലൂടെ ഞാൻ ഈ ഭവനത്തിലെ അംഗമായി. മറ്റു കൂദാശകളിലൂടെ ഞാൻ ഈ ഭവനത്തിൽ എന്നും വളർന്നുകൊണ്ടിരിക്കുന്നു. സഭയിലെ കൂദാശകൾ, മറ്റ് ഭക്താനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം എനിക്ക് സമൃദ്ധമായ കൃപാവരം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന പിതാവിൻ്റെ ഭവനമാണ് ഈ തിരുസഭ. നമുക്ക് ലഭിച്ചിരിക്കുന്ന പിതൃസ്വത്താണ് ദൈവവരപ്രസാദം. പ്രസാദപരമുള്ള അവസ്ഥ, പിതാവിനോടുകൂടെ ആയിരിക്കുന്ന അവസ്ഥ, ഇതാണ് പിതാവിൻ്റെ വീട്ടിലെ സമൃദ്ധി. നമ്മളൊരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ് ആ ധൂർത്തപുത്രൻ്റെ പിതാവിൻ്റെ ഭവനം. ആ ഭവനത്തിലെ അതേ അവസ്ഥ തിരുസഭയിൽ ദൈവം നമുക്ക് സ്ഥാപിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ലഭിച്ച ഈ പിതൃസ്വത്ത് കൊണ്ട് അതെനിക്ക് ആവശ്യത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനിയും അത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും ഞാൻ ഓരോ കുദാശകൾ സ്വീകരിക്കുമ്പോഴും, ഓരോ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോഴും, ഞാൻ വീണ്ടും വീണ്ടും കുമ്പസാരിക്കുമ്പോൾ എനിക്ക് ദൈവവരപ്രസാദം, ഈ പിതൃസ്വത്ത് വീണ്ടും വീണ്ടും അത് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ദൈവവരപ്രസാദമാണ്. ഇതിവിടെ എല്ലാം തികഞ്ഞിട്ടുണ്ട്. സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്,
ഒരു സ്നേഹരാഹിത്യമായ ഒരു ജീവിതം അവിടെ ഇല്ല പിതാവിൻ്റെ ഭവനത്തിൽ. ഇവിടെ എനിക്കൊരു തെറ്റുപറ്റി, അത് തിരുത്തുവാനുള്ള അവസരമുണ്ട് കുമ്പസാരമെന്ന മഹത്തായ കുദാശയിലൂടെ. അപ്പം ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ വീണ്ടും ഞാൻ ആദിമ ചൈതന്യത്തിലേക്ക് കടന്നു വരികയാണ്. ഇതാണ് നമ്മുടെ പിതൃഭവനം. പിതൃഭവനത്തിലെ സമൃദ്ധിയും ഇതാണ്. ഇവിടുത്തെ കുദാശകൾ, മാമോദിസായിലൂടെ ഞാൻ സഭയിലേക്ക് പ്രവേശിക്കുന്നു. ഞാൻ സഭയിലേക്ക് പ്രവേശിച്ച് പിന്നെ സഭയിലെ എല്ലാ വിശുദ്ധ കുദാശകളും ഉൾക്കൊണ്ട് ഞാൻ ജീവിക്കുമ്പോൾ പിതൃഭവനത്തിൽ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. ഇവിടെ നിന്നും ഇറങ്ങുന്നത് പോലെയാണ്, ധൂർത്തപുത്രൻ ഇറങ്ങിയതുപോലെയാണ് നമ്മൾ ഈ കുദാശകളും സഭയെയും വിട്ടുപേക്ഷിക്കുന്നതും സഭയിൽ നിന്ന് അകന്നു പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ഇതാണ്. വിശുദ്ധി കൂടാതെ, ഹെബ്രായർ ലേഖനം 12-ാം അധ്യായം 14-ാമത്തെ തിരുവചനം, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുവിൻ. ഇവിടെ വലിയൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. വിശുദ്ധി നഷ്ടപ്പെട്ടാലും വീണ്ടെടുക്കാനുള്ള ഒരു അവസരം തിരുസഭയിലുണ്ട്. മാനസാന്തരവും വീണ്ടും വീണ്ടും വിശുദ്ധി പ്രാപിക്കലും ഇതൊക്കെ നമുക്ക് പിതൃഭവനത്തിൽ വളരെ എളുപ്പമാണ്. ധൂർത്തനായ പുത്രൻ പിതാവിൻ്റെ സമ്പത്തിൻ്റെ ആ വിലയറിയാതെ, അതിൻ്റെ മഹത്വം അറിയാതെ അവനത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. എത്ര വലിയ സമ്പത്താണ് പിതൃഭവനത്തിൽ എനിക്ക് ലഭിച്ചത് എന്ന് മനസ്സിലാക്കാതെ അവനെല്ലാം ശേഖരിച്ചു പണമാക്കി അവൻ യാത്രയാകുകയാണ്. അതിൻ്റെ വിലയറിയാത്തവരുമായി അവനത് പങ്കുവെച്ചു. ആ പിതൃഭവനത്തിലെ സുഖവും സന്തോഷവും ഉപേക്ഷിക്കുകയും അത് ശേഖരിച്ചു കൊണ്ടുപോയിട്ട് ഈ പിതൃസ്വത്തിൻ്റെ വിലയറിയാത്ത മറ്റനേകരുമായിട്ട് അവൻ ഈ പിതൃസ്വത്ത് പങ്കുവെച്ചു ചിതറിച്ചു കളഞ്ഞു. ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത് എന്ന്. മുത്തിൻ്റെ വില പന്നിക്ക് അറിയില്ല. അത് ചിതറിച്ചു കളഞ്ഞുകൊണ്ടേ ഇരിക്കും. അതിനെക്കുറിച്ച് ചിന്തയില്ല. അതുകൊണ്ടാണ് നമ്മുടെ പിതൃസ്വത്ത്, നമുക്ക് ദൈവം ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നമ്മുടെ ജീവിതം, ഇതൊക്കെ എപ്പോഴും നമ്മളതിൻ്റെ വിലയറിയണം. പിതൃഭവനത്തിലെ കൃപകൾ നഷ്ടപ്പെട്ടാൽ, കുദാശകൾ സ്വീകരിക്കാതെ മാറി നടന്നുകയും ജീവിക്കുകയും ചെയ്താൽ, കുറേ കഴിയുമ്പോൾ ഒന്ന് കുമ്പസാരിച്ചിട്ട് എത്ര നാളായി എന്ന് ചിന്തിക്കുമ്പോൾ, ഒരു വിശുദ്ധ ബലിയിൽ പങ്കെടുത്തിട്ട് എത്ര നാളായി, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എത്ര ദിവസമായി, തിരിച്ച് പിതാവിൻ്റെ ഭവനത്തിലേക്ക് എത്തിയാലേ ഇതൊക്കെ ലഭിക്കുകയുള്ളൂ. ധൂർത്തപുത്രനെ പറ്റിയത് പിന്നീടാണ് ദാരിദ്ര്യം വന്നത്. അവൻ്റെ കയ്യിലുള്ളത് മുഴുവൻ തീർന്നു കഴിഞ്ഞപ്പോൾ അവനൊരു ദാരിദ്ര്യമായി. അപ്പോഴാണ് അവൻ ചിന്തിക്കുന്നത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ സ്വസ്ഥതയുടെ, നമ്മുടെ വീടിന് പുറത്ത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിന് പുറത്ത് സ്വസ്ഥതയുടെ ഒരു സ്ഥലം ലഭിക്കുക സാധ്യമല്ല. സ്വസ്ഥമായി ജീവിക്കുവാൻ ഒരിടം ലഭിക്കുക സാധ്യമല്ല, എളുപ്പവും അല്ല. എനിക്കെപ്പോഴും നല്ലത് എൻ്റെ ഭവനമാണ്. അവിടെ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതെൻ്റേതാണ്. അപ്പോൾ എത്രയോ ചിലവേറിയ വാടക വീടുകളിലാണെങ്കിലും നമ്മൾ താമസിക്കുന്നത്, ഇതെല്ലാം സുഖസൗകര്യങ്ങളുള്ള വാടക വീടുകളിലാണ് നമ്മൾ താമസിക്കുന്നത് എങ്കിലും നമുക്ക് ആ ജീവിതത്തിനൊരു തൃപ്തി വരില്ല. ഇത് തന്നെയാണ് ധൂർത്തപുത്രൻ്റെ. അവനെങ്ങനെ പല വീടുകളിൽ കൂടെ അലഞ്ഞു. അവിടെ ഒരു ദാരിദ്ര്യം വന്നു, ഒരു പണിയുമില്ലാതായി, മുഴുവൻ കൃപയും അവന് നഷ്ടമായി. ഇനി അവൻ്റെ ജീവിതത്തിൽ അവനൊന്നും ബാക്കിയില്ല, മുഴുവനും നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവസാനം അവന് പന്നികളെ തീറ്റുന്ന പന്നിക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് ജോലിക്കായിട്ട് പന്നിക്കൂട്ടത്തിലേക്ക് അവൻ പോവുകയാണ്. പന്നിക്കൂട്ടത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ദുർഗന്ധമുണ്ട് അവിടെ, പന്നികളുടെ ബഹളമുണ്ട് അവിടെ, ഭക്ഷണത്തിന് വേണ്ടിയുള്ള കടിച്ചുപിടികൾ അവിടെയുണ്ട്, സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും തിന്നുന്ന പന്നികൾ അവിടെയുണ്ട്. ഒരു സുഖവും ഇല്ലാത്ത ഒരിടം. ഞാൻ ഓർക്കുന്നു, ഞാനൊരിക്കലൊരു മനുഷ്യൻ എന്നെ അദ്ദേഹത്തിൻ്റെ പന്നി വളർത്തുന്ന പന്നിക്കൂട് വെഞ്ചരിച്ച് തരണം അച്ഛാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു.
ഞാൻ ആ പന്നിക്കൂട് വെഞ്ചരിക്കുവാനായിട്ട് പോയി. പന്നിക്കൂട് അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ, നല്ല രീതിയിൽ പന്നിക്കൂട് കഴുകിയിട്ടിട്ടൊക്കെയാണ് എന്നെ വിളിച്ചത്. എങ്കിലും അവർ പറഞ്ഞു, നമ്മൾ പന്നിക്കൂടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഉടുപ്പിനൊക്കെ ആ മണമുണ്ട്. പന്നിക്കൂട് വെഞ്ചരിച്ച് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ലോവയ്ക്കെല്ലാം ആ പന്നിക്കൂട്ടിലെ ഒരു മണം ആ ലോവയിലൊക്കെ നിൽക്കുകയാണ്. അതാണ് പന്നിക്കൂടിൻ്റെ പ്രത്യേകത. അത് അനാദി മുതലേ പന്നിക്കൂടുകൾ അങ്ങനെ തന്നെയാണ്. അവിടെ എത്തിപ്പെടേണ്ടാത്തവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അവിടെ എത്തിപ്പെടേണ്ടാത്തവർ ഒരിക്കലും അവിടെ എത്തിപ്പെടാൻ പാടില്ല. പിതാവിൻ്റെ ഭവനം ഉപേക്ഷിച്ച് പാപത്തിന് അടിപ്പെട്ട് പോകുന്നവൻ്റെ അവസ്ഥ ഈ പന്നിക്കൂട്ടിൽ ചെല്ലുമ്പോഴത്തെ ഒരു ദുരവസ്ഥയാണ്. ഒരു ദൈവ പൈതൽ ഒരിക്കലും എത്തിപ്പെടേണ്ട ഒരു സ്ഥലമല്ല പന്നിക്കൂട്. ദുർഗന്ധം വമിക്കുന്ന, പരസ്പരം കടിച്ചു കീറുന്ന, ആഹാരത്തിന് വേണ്ടി ആക്രാന്തം കാണിക്കുന്ന, സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും തിന്നുന്ന പന്നികളുടെ ഇടയിലേക്ക് ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവ പൈതൽ ഒരിക്കലും ചെല്ലേണ്ട ഒരാവശ്യമില്ല. അവൻ എത്തിപ്പെടരുതാത്ത ഒരു സ്ഥലമാണ് അത്. അപ്പം പാപത്തിൽ സ്ഥിരമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ്. എത്രയോ നല്ല ഭവനം വിട്ടാണ് അവൻ പോകുന്നത്. അപ്പോൾ പാപത്തിൽ സ്ഥിരമായി ജീവിക്കുന്ന അവന് സ്വാഭാവികമായിട്ടും പന്നിയുടെ തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാമെന്ന് അവൻ വിചാരിച്ചു. അതുപോലും ആരും അവന് കൊടുത്തില്ല എന്ന് ഉപമയിൽ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള അവസരത്തിൽ സ്വാഭാവികമായിട്ടും വരിക, ഇനി ഞാൻ എന്തിന് ജീവിച്ചിരിക്കണം, ഞാൻ മരിച്ചു പോയേക്കാം, ആത്മഹത്യ ചെയ്തേക്കാം എന്നൊരു ചിന്തയാണ് ഈ നാശത്തിൻ്റെ വക്കിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. പക്ഷേ ധൂർത്തപുത്രൻ്റെ ഉപമ നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ മനുഷ്യർ അങ്ങനെ നിരാശയിലേക്ക് പോകുന്നുണ്ട്. പാപത്തിൻ്റെ അവസാനം നിരാശയിലേക്ക്. പിതൃഭവനത്തിലെ സമൃദ്ധിയെക്കുറിച്ച് ഒരു ഓർമ്മ അപ്പോഴാണ് അവന് വരുന്നത്. പിതാവിൻ്റെ സ്നേഹം, ഇഷ്ടം പോലെ ഭക്ഷണം, സ്നേഹമുള്ള ഒത്തിരിയേറെ സഹോദരങ്ങളും ബന്ധുക്കളും പ്രിയപ്പെട്ടവരും ഉള്ള ഒരു സ്ഥലം. പിതാവിനെ ഒന്ന് കണ്ടിട്ട് എത്ര നാളായി. അപ്പോൾ ആ പിതൃഭവനത്തിൽ എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു. ആ ഒരു ഓർമ്മ അവനിലേക്ക് വന്നു. അവൻ തീരുമാനിച്ചു അവിടെ ഇരുന്ന് ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. അവൻ നിരാശയിലേക്കല്ല, അവൻ പ്രത്യാശയിലേക്കാണ് പോയത്. പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. അവൻ ഒരിക്കലും അവൻ്റെ തെറ്റിനെ ന്യായീകരിച്ചില്ല. പിതാവേ, എൻ്റെ തെറ്റ്, ആ തെറ്റിനെ പിതാവിൻ്റെ മുമ്പിൽ ന്യായീകരിച്ച് ലഘുവാക്കാനുള്ള ശ്രമം അല്പം പോലും അവൻ നടത്തിയില്ല. നമ്മളെല്ലാം ചെയ്യുക സ്വാഭാവികമായിട്ടും നമ്മുടെ തെറ്റുകളെ നമ്മൾ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നോക്കുന്നു, സൺഡേ സ്കൂളിലെ കുട്ടികളെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിന് പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കുട്ടിയും ഇന്ന് തെറ്റ് സമ്മതിക്കില്ല. നമ്മൾ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ മോഷ്ടിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും നശിപ്പിക്കുന്നത് കണ്ടുകൊണ്ട് നമ്മൾ കയ്യോടെ പിടിച്ചാലും മുഖത്ത് നോക്കി ചില പിള്ളേർ നിഷേധിക്കും, ഇല്ല ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയും. അവസാനം നമ്മൾ തോറ്റുപോകും. ഇവിടെ ധൂർത്തപുത്രൻ, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. പരിപൂർണമായും അവൻ പിതാവിൻ്റെ മുമ്പിൽ അടിയറ വെച്ചു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ന്യായീകരിക്കും, അന്ന് എൻ്റെ കാഴ്ചപ്പാട് ഇച്ചിരി വ്യത്യാസമായിരുന്നു, ചേട്ടൻ എന്നോട് അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അപ്പൻ എന്നോട് അങ്ങനെ പറഞ്ഞു, അമ്മ എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, അല്ലെങ്കിൽ അപ്പൻ എന്നോട് സ്നേഹമില്ല. ഇത്തരത്തിലുള്ള 100 ന്യായങ്ങൾ നമ്മുടെ തെറ്റുകൾക്ക് നമ്മൾ ന്യായമായിട്ട് കണ്ടുപിടിക്കും. അങ്ങനെ നമ്മൾ തന്നെ ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ ഭാഗത്തെ തെറ്റിൻ്റെ ഗൗരവം കുറച്ച് കിട്ടും എന്നുള്ള വിചാരത്തിലാണ് നമ്മളതൊക്കെ ചെയ്യുക.
പക്ഷേ നല്ല മനസ്സുള്ള ധൂർത്തപുത്രൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. അവൻ ഒരിക്കലും ആ തെറ്റ് ന്യായീകരിച്ചില്ല. അപ്പനെന്നെ സ്നേഹിക്കുന്നില്ലെന്നുള്ള പരാതി അവൻ പറഞ്ഞില്ല. ജ്യേഷ്ഠൻ എന്നെ ഉപദ്രവിച്ചു എന്ന് അവൻ പറഞ്ഞില്ല. അമ്മ എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള പരാതി അവൻ പറഞ്ഞില്ല. എനിക്ക് അന്നെൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു എന്നൊരു വാക്കും അവൻ പറഞ്ഞില്ല. പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. ആ ഒരൊറ്റ വാക്ക് പറയാനാണ് അവൻ തീരുമാനിച്ചത്. മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞാൽ, അവനെ കാത്തിരിക്കുന്ന ഒരു പിതാവ് ആ പടിവാതിൽക്കൽ ഉണ്ടായിരുന്നു. അകലെ വെച്ച് തന്നെ തിരിച്ചറിഞ്ഞ് തൻ്റെ മകനാണ് എന്ന് ആ പിതാവ് മനസ്സിലാക്കി. വർഷങ്ങൾ കഴിഞ്ഞ് കോലം കെട്ടാണ് അവൻ തിരിച്ചു വരുന്നത്. എങ്കിലും അകലെ വെച്ച് തന്നെ പിതാവിന് അവനെ കണ്ടപ്പോൾ മനസ്സിലായി അത് തൻ്റെ പുത്രനാണ് എന്ന്. വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് നഷ്ടപ്പെട്ട പുത്രനാണ് അത് എന്ന് ആ പിതാവിന് മനസ്സിലായി. അവൻ്റെ വേഷം കണ്ടിട്ടല്ല, അവൻ്റെ സ്വരം കേട്ടിട്ടില്ല, അവനെ പിതാവേ എന്ന് അവൻ വിളിച്ചിട്ടില്ല അകലെ വന്നതെന്ന്. പക്ഷെ അവൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അകലെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു തിരിച്ചറിഞ്ഞു. സ്നേഹം കൊണ്ടാണ് ആ പിതാവ് തിരിച്ചറിഞ്ഞത്. ആ രണ്ട് ഹൃദയത്തിലും സ്നേഹമുണ്ട്. സ്നേഹമുള്ള രണ്ട് ഹൃദയങ്ങൾ പരസ്പരം അവിടെ കണ്ടുമുട്ടുകയാണ്. ഈ പിതാവ് ആ പടിവാതിൽക്കൽ കാത്തു നിൽക്കുന്നത് കൊണ്ടും ആ പിതാവിൻ്റെ ഒരു സ്നേഹം അവനെ ചുറ്റിയുണ്ടായിരുന്നു. അവൻ പന്നിക്കൂട്ടിൽ കിടക്കുമ്പോഴും ആ പിതാവിൻ്റെ ഒരു സ്നേഹം അവനെ പൊതിയുന്നുണ്ടായിരുന്നു. ആ പൊതിയുന്ന സ്നേഹം കൊണ്ടാണ്, പിതാവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആകർഷണ വലയത്തിൽപ്പെട്ടിട്ടാണ് അവൻ തീരുമാനിക്കുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകും. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരാകാം, പ്രിയപ്പെട്ടവരാകാം, ഇടവക സമൂഹത്തിൽപ്പെട്ടവരാകാം, ധൂർത്തപുത്രനെ പോലെ നഷ്ടപ്പെട്ട അനേകർ നമുക്ക് ചുറ്റും ഉണ്ട്. അവർക്ക് ചുറ്റും പ്രാർത്ഥന കൊണ്ട്, ഒരു സ്നേഹത്തിൻ്റെ വലയം കൊണ്ട് നമ്മൾ അവരെ ആകർഷിക്കുന്ന ഒരു ശീലം നമുക്ക് ആവശ്യമാണ്. ഈ പിതാവിൻ്റെ ഒരു ആകർഷണ വലയം അവനെ ചുറ്റിയുണ്ടായിരുന്നതുകൊണ്ട്, ഞാൻ ഈ പന്നിക്കൂട്ടിലെത്തി, തവിട് പോലും എനിക്ക് കിട്ടുന്നില്ല, ഞാനിനി എന്തിനു ജീവിക്കണം, എന്നാൽ ആത്മഹത്യ ചെയ്തേക്കാം എന്നവൻ വിചാരിക്കാതെ ആ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ വലയം ഉണ്ടായിരുന്നതുകൊണ്ട് അവന് തിരിച്ചു വരുവാനായിട്ട് പറ്റി. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വഴിതെറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ധൂർത്തപുത്രനെ പോലെ ഇറങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ, പാപത്തിൻ്റെ അടിമത്തത്തിലും മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും മറ്റു വലിയ തിന്മകൾക്കും അടിപ്പെട്ട് ജീവിക്കുന്നുണ്ട് എങ്കിൽ, അവരെ ചുറ്റി ഒരു സ്നേഹത്തിൻ്റെ വലയം, ഒരു പ്രാർത്ഥന അത് അവരെ ചുറ്റി നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും നിരാശയ്ക്ക് അടിമപ്പെടാൻ ദൈവം ഇടയാക്കുകയില്ല. ഇത് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വമാണ്. നഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിക്കാനും അവരും നമ്മളോടൊപ്പം സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുന്നതിനും ഇടയാകത്തക്ക വിധത്തിൽ ഒരു ജീവിതശൈലി നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് നമ്മൾ രൂപപ്പെടുത്തണം. നമ്മുടെ ഉത്തരവാദിത്വം, ആ സ്നേഹമുള്ള പിതാവ് പടിവാതിൽക്കൽ കാത്തു നിന്നതുപോലെ നമ്മുടെ ഇടവക സമൂഹത്തിൽ നിന്നും, നമ്മുടെ കുടുംബത്തിൽ നിന്നും, നമ്മുടെ ബന്ധുജനങ്ങളിൽ നിന്നും, പ്രിയപ്പെട്ടവരിൽ നിന്നും അകന്നു പോയവരെ കാത്തിരിക്കുന്ന ഒരു സ്നേഹം, അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന, അതെൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുമ്പോൾ ആ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകാതെ, അവൻ നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകാതെ അവനെ ദൈവം തിരികെ കൊണ്ടുവരാൻ ഇടയാക്കും. അവൻ പിതൃഭവനത്തെക്കുറിച്ച് അവൻ ഓർക്കും. ഒന്ന് കുമ്പസാരിച്ചിട്ട് എത്ര നാളായി, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി, ഒരു വിശുദ്ധ ബലിയിൽ പങ്കെടുത്തിട്ട് എത്ര നാളായി, അതൊക്കെ അവൻ ചിന്തിക്കാൻ ഇടയായിത്തീരും. ഈ സ്നേഹമുള്ള പിതാവ് അവനെ തിരിച്ചറിഞ്ഞു. സ്നേഹമുള്ള ഹൃദയം അകലെ വെച്ച് തന്നെ, അവൻ്റെ സ്വരം കേട്ടിട്ടല്ല, വേഷം കണ്ടിട്ടല്ല, അവൻ വിളിച്ചിട്ടല്ല, ആ പിതാവ് ആ സ്നേഹമുള്ള ഹൃദയം കൊണ്ട് അവനെ തിരിച്ചറിഞ്ഞു.
സ്നേഹമുള്ള ഹൃദയം തിരിച്ചറിയുന്ന മറ്റൊരു സംഭവം കൂടി വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളിൽ തിബേരിയസ് കടൽ തീരത്ത് വെച്ച് കർത്താവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാർ 7 പേര് ചേർന്ന് മീൻ പിടിക്കാൻ പോയി. രാത്രി അവർക്കൊന്നും കിട്ടിയില്ല. അവർ കാത്തിരിക്കേണ്ടതായിരുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കേണ്ട സമയത്ത് അവർ മീൻ പിടിക്കാൻ പോയി. പക്ഷേ ഈശോയും അവരുടെ പിന്നാലെ ചെന്നു. വെളുപ്പായപ്പോൾ കർത്താവ് കടലിൻ്റെ കരയിൽ അവർ ചെന്നു. മക്കളെ വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിറക്കുക. അങ്ങനെ വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിറക്കിയപ്പോൾ ആ വല നിറച്ച് അവർക്ക് മീനുകൾ കിട്ടി. ഈ സംഭവം കണ്ടപ്പോൾ ഉടനെ തന്നെ യോഹന്നാൻ പറഞ്ഞു, അത് കർത്താവാണ്. ആ സ്നേഹമുള്ള ഹൃദയം വളരെ വേഗം കർത്താവിനെ തിരിച്ചറിഞ്ഞു. അത് കർത്താവാണ് എന്ന് പറഞ്ഞു. അത് കേട്ട ക്ഷണത്തിൽ പത്രോസ് ശ്ലീഹ കർത്താവിൻ്റെ അടുത്തേക്ക് എടുത്തു ചാടി. സ്നേഹമുള്ളവരെ, സ്നേഹമുള്ള ഹൃദയത്തിൻ്റെ ഐക്യത്തിന്, പ്രാർത്ഥനയുടെ കൂട്ടായ്മയ്ക്ക് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകും. നമുക്ക് പരസ്പരം സ്നേഹിക്കാം. നമ്മുടെ ഹൃദയത്തിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഒരു സ്നേഹവലയം നഷ്ടപ്പെട്ടു പോയ എല്ലാവരുടെയും ചുറ്റുമുണ്ടെങ്കിൽ അവരാരും ഒരു നിരാശയിലേക്കോ ആത്മഹത്യയിലേക്കോ പോകാതെ പിതൃഭവനത്തെക്കുറിച്ച് ഓർക്കാനും തിരിച്ചു വരാനും ഇടയാകും. അങ്ങനെ സ്നേഹിക്കുന്ന ഹൃദയം വളരെ വേഗം തിരിച്ചറിയും. സ്നേഹമുള്ള ഹൃദയത്തിന് വളരെ വേഗം മനസ്സിലാക്കാനും സാധിക്കും. അപ്പം നഷ്ടപ്പെട്ടതെല്ലാം പിതൃഭവനത്തിൽ വന്നപ്പോൾ ധൂർത്തപുത്രന് തിരിച്ചു കിട്ടി. അവന് മോതിരം കിട്ടി, ചെരുപ്പ് കിട്ടി, നല്ല മേലങ്കി കിട്ടി. പിതാവിൻ്റെ സ്നേഹം അവന് വീണ്ടും ലഭിക്കാൻ തുടങ്ങി. സ്നേഹിതരുടെ സ്നേഹത്തിൻ്റെ വില അവൻ മനസ്സിലാക്കി. നല്ല ഭക്ഷണം കഴിച്ച് ദാരിദ്ര്യം മാറി സുഭിക്ഷമായി അവൻ അവിടെ ജീവിക്കുന്നു. പഴയ പ്രതാപത്തിലേക്ക് അവൻ തിരിച്ചു വന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് അനേകരെ, ധൂർത്തപുത്രനെ പോലെ പോയ അനേകരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. നമ്മൾ നഷ്ടപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ പഴയ പ്രതാപത്തിലേക്ക് വരുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. ഒന്നും നമുക്ക് എന്നേക്കുമായിട്ട് നഷ്ടമാകുന്നില്ല. എന്നേക്കുമായിട്ട് നമുക്കൊരു കാര്യവും നഷ്ടമാകുന്നില്ല. കർത്താവ് നമുക്ക് തരുന്നത് എന്നും അനുഗ്രഹമാണ്. എന്നേക്കുമായിട്ട് ഒരു കാര്യവും നമുക്ക് നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കുന്നില്ല. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുന്നതാണ് ഈ പിതാവിൻ്റെ സ്നേഹം. അതിന് ധൂർത്തപുത്രന് മോതിരവും കിട്ടി, ചെരുപ്പും കിട്ടി, നല്ല മേലങ്കി കിട്ടി. ആ പിതാവിൻ്റെ സ്നേഹവും ലാളനയും സ്നേഹിതരുടെ സ്നേഹത്തിൻ്റെ ആ കൂട്ടായ്മയിലേക്കും അതുപോലെ തന്നെ ദാരിദ്ര്യമെല്ലാം മാറി സുഭിക്ഷമായ ജീവിതത്തിലേക്ക് അവൻ കടന്നു വന്നു. ഇതാണ് നമുക്കും ലഭിക്കുക. ധൂർത്തപുത്രനെ പോലെ നഷ്ടപ്പെട്ടു പോയവർ തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും പിതാവിൻ്റെ ഭവനത്തിൽ പഴയതുപോലെ ആ പഴയ പ്രതാപത്തിലേക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നൽകി സ്നേഹിക്കുന്ന നല്ലൊരു പിതാവ് പടിവാതിൽക്കൽ കാത്തു നിൽപ്പുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള തമ്പുരാനെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിൽ ഞങ്ങൾ പാപത്തിൻ്റെ വഴികളിലൂടെ പോകുന്ന സമയത്ത് ഈ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എപ്പോഴും ഓർമ്മിക്കാനും നഷ്ടപ്പെട്ടു പോയ അനേകരിലേക്ക് ഈ പിതൃഭവനത്തിലെ സ്നേഹത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും പിതൃഭവനത്തിലെ സമൃദ്ധിയെക്കുറിച്ചും അവർക്കെല്ലാം ഓർമ്മ വരാനും പിതൃഭവനത്തിലേക്ക് എല്ലാവരും തിരിച്ചു വരാനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, നഷ്ടപ്പെട്ട എല്ലാ മക്കൾക്കും വേണ്ടി അമ്മ പ്രത്യേകം മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.